കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് കാലയളവിലേക്ക് കടക്കുമ്പോൾ പാർട്ടി തങ്ങളുടെ പടയൊരുക്കം ശക്തമാക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. സ്ഥാനാർത്ഥി നിർണയം മുതൽ പ്രചാരണ തന്ത്രങ്ങൾ വരെ കൃത്യമായ പ്ലാനിങ്ങോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് KPCC. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്ത് ചേരുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതിയുടെ ആദ്യ യോഗം രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഏറെ ഉറ്റുനോക്കുന്ന ഒന്നാണ്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ രാഷ്ട്രീയ കേരളത്തിലെ സാഹചര്യം മാറിമറിയുന്ന ഘട്ടത്തിൽ ഭരണ തുടർച്ച ഇടതുമുന്നണിയെയും കരുത്ത് തെളിയിക്കാൻ ശ്രമിക്കുന്ന NDAയും നേരിടാൻ സർവ്വസജ്ജമാക്കുകയാണ് UDF. ഇതിൽ നേതൃപരമായ പങ്ക് വഹിക്കുന്നു. ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണ ശൈലിയിലും കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരാനും ആഗ്രഹിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണ സമിതി അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. പാർട്ടിക്കുള്ളിലെ ഐക്യവും താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുക എന്നതാണ് ഈ യോഗത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. ദേശീയ തലത്തിൽ നിന്ന് സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാ മുൻഷിയും യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നത് ഹൈക്കമാൻഡ് ഈ തെരഞ്ഞെടുപ്പിന് പ്രാധാന്യം നൽകുന്നുവെന്നതാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രചരണ സമിതി കൺവീനർ ഷാഫി പറമ്പിൽ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കുന്നതോടെ കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഒരു ഒറ്റക്കെട്ടായ നീക്കമാണ്. സിറ്റിംഗ് MLAമാർക്ക് കഴിഞ്ഞ തവണ വിജയിച്ച 21 മണ്ഡലങ്ങളിൽ 20 എണ്ണത്തിലും സിറ്റിംഗ് MLAമാരെ തന്നെ നിലനിർത്താനാണ് പാർട്ടി തീരുമാനം. ഇതിൽ ചില രാഷ്ട്രീയ പ്രാധാന്യവും അർഹിക്കുന്നുണ്ട്. നിലവിലുള്ള MLAമാർക്ക് മണ്ഡലത്തിലുള്ള സ്വാധീനവും വികസന പ്രവർത്തനങ്ങളും വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നതാണ് ഇതിലെ ഏറ്റവും പ്രത്യേകത. അതോടൊപ്പം സ്ഥാനാർത്ഥി മാറ്റം ഉണ്ടായാൽ ഉണ്ടായേക്കാവുന്ന ആഭ്യന്തര തർക്കങ്ങൾ ഒഴിവാക്കാൻ ഈ തീരുമാനം സഹായിക്കും. സിറ്റിംഗ് MLAമാർക്ക് മണ്ഡലത്തിൽ നേരത്തെ തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സൗകര്യമൊരുക്കുന്നുണ്ട്. രാഷ്ട്രീയ പോരാട്ടത്തിന്റെ പ്രഭവ കേന്ദ്രം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വെല്ലുവിളിയും അതേസമയം ശ്രദ്ധാകേന്ദ്രവും പാലക്കാട് മണ്ഡലം തന്നെയാണ്. നേരത്തെ പ്രതിനിധിയായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടതോടെ അവിടെ ഒരു പുതിയ മുഖത്തെ കണ്ടെത്തേണ്ടത് അനിവാര്യമായിരിക്കുന്നു. പാലക്കാട് നിലനിർത്തുക എന്നത് സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ്. ഒരു വശത്ത് സിറ്റിംഗ് MLAയുടെ അഭാവവും മറുവശത്ത് BJPയുടെ ശക്തമായ സ്വാധീനവും. ഇവ രണ്ടിനെയും മറികടക്കാൻ കെൽപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഈ മാസം അവസാനത്തോടെ പ്രഖ്യാപിക്കാനാണ് പാർട്ടി നീക്കം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമാകുമ്പോഴും ചില വെല്ലുവിളികൾ മുന്നിലുണ്ട്. അവയെ നേരിടാനുള്ള തന്ത്രങ്ങളാണ് പ്രചരണ സമിതി ചർച്ച ചെയ്യുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ മാസം അവസാനത്തോടെ ആദ്യഘട്ട പട്ടിക പുറത്തിറക്കി പ്രചരണത്തിൽ മുൻതൂക്കം നേടുക. യുവ പ്രാതിനിധ്യം, പുതുമുഖങ്ങൾക്കായി കൂടുതൽ സീറ്റുകൾ നീക്കിവെച്ച് യുവതലമുറയെ ആകർഷിക്കുക. ഐക്യനിര ഗ്രൂപ്പ് തർക്കങ്ങൾ മാറ്റി നിർത്തി KC വേണുഗോപാലിന്റെയും ചെന്നിത്തലയുടെയും നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി നീങ്ങുക. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉൾപ്പെടെയുള്ള വിവാദങ്ങളെ വികസന ചർച്ചകൾ കൊണ്ട് നേരിടുക. പ്രചരണ ശൈലിയിലെ മാറ്റങ്ങൾ പരമ്പരാഗതമായ റാലികൾക്കും വീടുകൾ കയറിയുള്ള പ്രചരണങ്ങൾക്കും പുറമെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ പരമാവധി ഉപയോഗിക്കാനാണ് ഷാഫി പറമ്പിലിന്റെ സ്ഥാപന സമിതി ആലോചിക്കുന്നത്. ഡിജിറ്റൽ പ്രചരണത്തിലൂടെ യുവാക്കളുടെ വോട്ടുകൾ സമാഹരിക്കാൻ പ്രത്യേക സെല്ലുകൾ രൂപീകരിക്കും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ ബൂത്ത് തലത്തിലുള്ള കമ്മിറ്റികളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള നടപടികൾ ഇതിനോടകം ആരംഭിച്ചു. ഓരോ വോട്ടും ഉറപ്പാക്കാൻ മൈക്രോ ലെവൽ മാനേജ്മെന്റ് ആണ് ഇത്തവണ പാർട്ടി നടപ്പിലാക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ സംയുക്തത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അസ്തിത്വത്തിന്റെ പോരാട്ടമാണ്. 21 സീറ്റുകളിൽ നിന്ന് വലിയൊരു കുതിച്ചുചാട്ടം ലക്ഷ്യമിടുമ്പോൾ പാലക്കാട് പോലുള്ള മണ്ഡലങ്ങളിലെ തീരുമാനം നിർണായകമാകും. സിറ്റിംഗ് MLAമാരുടെ കരുത്തും പുതിയ സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനവും ഒത്തുചേരുമ്പോൾ കേരളത്തിൽ ഒരു ഭരണം സാധ്യമാകുമെന്നാണ് ക്യാമ്പിന്റെ പ്രതീക്ഷ. വരും ദിവസങ്ങളിൽ പട്ടിക പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി പാർട്ടി പ്രവർത്തകർക്കിടയിൽ എത്രത്തോളം ആവേശം ജനിപ്പിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.